ഗോപൻ ബ്രോ ഒരു 2 വർഷം മുമ്പ് ഈ IFFK കൊച്ചിയിൽ വന്നായിരുന്നു. അന്ന് ഒരു അവാർഡൊക്കെ വാരി കൂട്ടിയ ഒരു സിനിമ നമ്മുടെ ആലുവക്കാരായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ചെയ്ത സിനിമയാണ് വുമൺ വിത്ത് എ മൂവി ക്യാമറ എന്ന് പറഞ്ഞിട്ട്. അത് 0 ബഡ്ജറ്റ് ചെയ്തൊരു സിനിമയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പോൾ കാലം ഒരുപാട് പുരോഗമിച്ചു. മറ്റേ ഹൈ ലക്ഷങ്ങൾ കോടികൾ മുടക്കി ചെയ്യാമെന്നുള്ളതിൽ നിന്ന് 0 ബഡ്ജറ്റിലും ഒരു സിനിമ ചെയ്ത് സ്ക്രീനിൽ എത്തിക്കാം എന്നൊരവസ്ഥയായി. സോ ശരിക്കും ഇന്നത്തെ കാലത്ത് ഒരു ഫിലിം മേക്കർ ആവാൻ ഇത്ര ഈസി ആയോ? ഉറപ്പായിട്ടും സിനിമ എന്ന് പറയുമ്പോഴത്തേനും നമ്മള് എപ്പോഴും ഒരു വലിയ സെറ്റപ്പിലേക്കല്ല പോകേണ്ടത്. നമുക്കൊരു ഫിലിം മേക്കർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയതാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ പല ഫിലിം നിങ്ങൾ താല്പര്യമുള്ള അല്ലെങ്കിൽ ഫിലിം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള പല ആളുകളും എപ്പോഴും സ്വപ്നം കാണുമ്പോൾ സ്വപ്നങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്, വലിയ സ്വപ്നങ്ങൾ കാണുന്നത് തന്നെ വേണം, അത് അങ്ങനെ തന്നെ പോകേണ്ടതാണ്, ശരിയാണ്. പക്ഷെ നമുക്ക് നമ്മളുടെ സറൗണ്ടിങ്സിൽ നിന്നുകൊണ്ട് നമുക്കൊരു ചെറിയൊരു സാധനമാണെങ്കിലും നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലാതെ നമ്മളൊരു വലിയ സ്വപ്നം കണ്ട് ആ വലിയ സ്വപ്നത്തിന് പുറകെ മാത്രം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഫിലിം സംഭവിക്കണമെന്നില്ല. പക്ഷെ ഒരു ബിസിനസ് അതെ, ഇതൊരു ക്രിയേറ്റീവ് ജോബ് ആണല്ലോ. ഞാൻ എന്റെ ഒരു ലൈഫിൽ ഒരു സാധനം പറയാം. നമ്മുടെ സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. സ്പിൽബർഗ് പുള്ളി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ക്യാമറ എടുക്കുക, ചെറിയ ക്യാമറ എടുക്കുക, നിങ്ങളുടെ പെങ്ങളെയും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ആക്ടേഴ്സ് ആയിട്ട് വെക്കുക, അത് മതി, നിങ്ങൾ ഷൂട്ട് ചെയ്യുക, നിങ്ങൾ ഡയറക്ടറായി. അതാണ് പുള്ളി പറയാ. ഇത് എന്റെ ലൈഫിൽ വേറെ തരത്തിൽ വർക്ക് ആയിട്ടുണ്ട്. 20ാമത്തെ വയസ്സിൽ സംവിധായകനായ ആളാണ്. 19 വയസ്സ് ഞാൻ സംവിധായകൻ. അതായത് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് സ്റ്റുഡന്റ് ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്ന ഞാനാണ്. വിദ്യാർത്ഥി സംവിധായകൻ ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ. CMS കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കോട്ടയം CMS പഠിച്ചത്. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിന്റെ സെക്കൻഡ് ബാച്ചാണ് ഞങ്ങള്. ഏത് വർഷമായിരുന്നു അത്? 97 2000 ബാച്ചാണ് ഞാൻ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫിലിം സ്റ്റഡീസ് ഒരു പേപ്പറാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, അവന്റെ അങ്കിള് ദുബൈയിൽ നിന്ന് ഹാൻഡിക്യാമേ അന്നുള്ളൂ. അന്ന് ഹാൻഡിക്യാമ ഇന്നത്തെ പോലെ ഡിജിറ്റൽ ക്യാമറകളൊന്നും ആയിട്ടില്ല, ഡിജിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അന്ന് ഹാൻഡിക്യാമാണ്, ചെറിയ എനിക്കറിയാം. ഞാൻ ചെയ്തു തുടങ്ങുമ്പോഴും അത് തന്നെയായിരുന്നു ഹാൻഡിക്യാം, അതിലൊരു DV കാസറ്റ്, പിന്നെ അത് കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടികൾ. അങ്ങനെ അവനത് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പറയണ നമുക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാം, എന്തെങ്കിലും ഒരു. അന്നും നമുക്ക് ഫിലിം മേക്കർ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ബേസിക്സ് ഒക്കെ അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഫിലിം സ്റ്റഡീസ് പേപ്പർ ആയിട്ടുള്ളതുകൊണ്ട് സീൻ എന്താണ്, ഒരു ഷോട്ട് എന്താണ്, ടേക്ക് എന്താണ്, ഇതാണല്ലോ ഒരു അടിസ്ഥാന കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്. പക്ഷെ സെറ്റുകളിലൊക്കെ പോയി കൊതിയോടെ നോക്കി നിന്നിട്ടുള്ളതല്ലാതെ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് നമ്മൾ ഇതുവരെ അറിയത്തൊന്നുമില്ല. ഇതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള സാധനം. അങ്ങനെ ഇതിന്റെ പെർമിഷൻ എടുക്കാനായിട്ട് ഞങ്ങളുടെ HOD അടുത്തിൽ പോയി. അപ്പം ജോർജ് സാറ് പറഞ്ഞു ഇതെന്തുകൊണ്ട് ചെറിയ ക്യാമറ ചെയ്യുന്നു, നല്ല പ്രൊജക്ട് അല്ലേ, നിങ്ങളിത് വലിയൊരു ക്യാമറയിൽ ചെയ്യുക, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇതിന് ഫണ്ട് ചെയ്യാം. നമ്മൾ കിടുങ്ങിയില്ല. അന്നത്തെ കാലത്ത് 10,000 rupees ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് വെച്ചിട്ട് ഞങ്ങള് വേറൊരു ക്യാമറമാനെ വിളിച്ചു. അന്ന് ദൂരദർശനേ ഉള്ളൂ. അപ്പൊ ദൂരദർശനിൽ തന്നെ നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏഷ്യാനെറ്റിലും ടെലികാസ്റ്റ് ചെയ്തു. അതിന് പിന്നെ ഏഷ്യാനെറ്റും ദൂരദർശനും വന്നു. അപ്പൊ അത് ദൂരദർശനിലെ ഷോർട്ട് ഫിലിംസ്, അന്ന് ടെലിഫിലിം സംവിധായകൻ ടെലിഫിലിമിനൊക്കെ ക്യാമറ ചെയ്തിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ വിളിച്ച് നമ്മള് ഷൂട്ട് ചെയ്തു. ഷൂട്ടിന്റെ ഫസ്റ്റ് ദിവസത്തിന്റെ ഭയങ്കര കോമഡിയാണ്. ഞാൻ അപ്പം പ്രിൻസിപ്പൾ സ്വിച്ച് ഓൺ, HOD ഫസ്റ്റ് ക്ലാപ്പ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടി, പ്രോസസ്സിങ്ങിനാണെന്നറിയാം. അവിടെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്തു. അപ്പം ക്യാമ്പസിലെ മുഴുവൻ സ്റ്റുഡൻസും വന്ന് ഇത് ഭയങ്കര സംഭവമാണല്ലോ. ക്യാമ്പസിലുള്ള ഒരു ചേട്ടനാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഇതാണ് പിള്ളേർ ഇടയ്ക്കിട്ടൊക്കെ അതിസുന്ദരിമാരായ പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. ഞാനാണ് ഗമയിൽ നിൽക്കുന്നു. ആ പ്രായമല്ലേ, ഡിഗ്രി പ്രായമല്ലേ. അപ്പം നമ്മൾ ഗമയിൽ ഇങ്ങനെ നിൽക്കുന്നു. ടെൻഷനൊന്നുമില്ല കേട്ടോ, അന്ന് ടെൻഷനൊന്നുമില്ല, അറിയില്ല പലപ്പോഴും ടെൻഷൻ എടുക്കില്ല. അപ്പൊ സംഭവം ഞാന് അപ്പൊ ഫസ്റ്റ് ടേക്ക് എടുക്കാനായിട്ട് രണ്ടുപേരും നടന്നു വരുന്ന ഒരു ഷോട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞേട്ടാ ഇതാണ് വേണ്ടത് നമുക്കെന്ന് പറഞ്ഞു. പുള്ളി അത് സെറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് പോയാലോ എന്ന് പുള്ളി ചോദിച്ചു. ഓക്കെ, സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് ഞാൻ പറഞ്ഞു.
സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ക്യാമറമാൻ പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എടുത്തു കൊണ്ടിരുന്നു. അതെ, ഈ സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു കഴിഞ്ഞൊരു ഗ്യാപ്പ് വേണം എനിക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ. ഞാൻ പഠിച്ചു തുടങ്ങുക, ഞാൻ അവിടുന്ന് പഠിച്ചു തുടങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഷോർട്ട് ഫിലിം കൊണ്ട് ഞാൻ ഒരു 10 സംവിധായകരോടെ അസിസ്റ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അങ്ങനെയാണ് തുടക്കം. അബദ്ധത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. നമുക്ക് ഇത് കേട്ടിട്ടുള്ളതല്ലാതെ ഇത് എവിടെ പ്രയോഗിക്കണമെന്ന് അറിയത്തില്ല. നമുക്കറിയില്ല, ഇതൊക്കെ അറിയാം, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ക്ലാപ്പ് ഇന്നതാണ്, ഇന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ചെയ്യേണ്ടത്, സ്വിച്ച് ഓൺ ഒരു പ്രമുഖ വ്യക്തിയാണ് ചെയ്യേണ്ടത്, സ്റ്റാർട്ടും ആക്ഷനും നമ്മള് പറയണം, ക്യാമറ നടിയുടെ കുളത്തിലേക്ക് ചാടണം, റെക്കോർഡ് ചെയ്യാൻ. അതേ അവസ്ഥ റെക്കോർഡ് ചെയ്യാനായിട്ട് ഗ്യാപ്പ് വേണമെന്നെങ്കിലും പഠിച്ചല്ലോ. അത് കഴിഞ്ഞപ്പോ അത് മൊത്തം നമ്മൾ പഠിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ എഡിറ്റിംഗ് നമുക്കറിയില്ല. അപ്പൊ ഈ ഷോട്ടുകൾ തമ്മിൽ എങ്ങനെയാണ്, എന്തോ ഭാഗ്യത്തിന് ഞാൻ എടുത്ത അന്ന് ഡിസൈൻ ചെയ്ത ഷോട്ടുകളൊക്കെ നാച്ചുറലി അത് തമ്മിൽ കട്ടൊക്കെ വന്നപ്പോ ഭയങ്കര സെറ്റായി, ഭയങ്കര രസമായി. അതൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ച കാര്യങ്ങളാണ്. ഈ റിമാദാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം മേക്കർ ഉണ്ട്, വില്ലേജ് റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് സിനിമ നാഷണൽ അവാർഡ് കിട്ടിയതാണ്. ഒത്തിരി പുറത്തൊക്കെ ഒരുപാട് ഫെസ്റ്റിവലിൽ പോയി ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ച സിനിമയാണ്. പുള്ളിക്കാരുടെ സ്റ്റോറി ഞാനിങ്ങനെ വായിച്ചു, ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. അതായത് പുള്ളിക്കാരി ആസാമിയാണ്, അല്ലേ? ആസാമിയാണ്, അസാമി സിനിമയാണ് അത്. ഞാൻ ആ സിനിമ കണ്ട് നെറ്റ്ഫ്ലിക്സിലാണ്, ഒരു സമയത്ത് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരി നടിയാകാൻ വേണ്ടിട്ട് ബോംബെക്ക് വണ്ടി കയറിയ ഒരു ആളാണ്. റിജക്ഷൻ. പുള്ളിക്കാരി ഈ റിജക്ഷൻ കൊണ്ട് മടുത്ത അവസാനം ഒരു രക്ഷയില്ലാതെ തിരിച്ച് നാട്ടിലേക്ക് പോയി. എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്തിട്ട് നാട്ടിലേക്ക് പോയി. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളിക്കൊരു ബോധോദയം ഉണ്ടായി, എന്നാൽ ഞാൻ തന്നെ ഒരു സിനിമ അങ്ങ് എടുത്തേക്കാം എന്നുള്ളൊരു ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന സ്റ്റോറിയാണ്. അവരിത് പഠിച്ചു വെച്ചാൽ ഇവര് ഇവിടുന്ന് ഒരു ക്യാമറയൊക്കെ സംഘടിപ്പിച്ച് റെക്കോർഡിങ് ചെയ്യാനായിട്ട് മൈക്കൊന്നും ഇല്ല. അവരുടെ ഗ്രാമത്തിൽ ഇവരുടെ കസിൻസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ, അവരൊക്കെ തന്നെയാണ് അസിസ്റ്റന്റുമാർ. ഇവര് മാത്രമാണ് എല്ലാം. ഒരു ക്യാമറ അവര് തന്നെ, സൗണ്ടും അവര് തന്നെ, എഡിറ്റിംഗ് അവര് തന്നെ. നമുക്കറിയാം ലോങ് ഷോട്ടിലൊക്കെ ഈ ക്യാമറ ഓൺ റെക്കോർഡിംഗ് ആണ്. അതായത് അതിന് പ്രത്യേകിച്ച് സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഈ ലോങ് ഷോട്ടിൽ നിൽക്കുന്നത് അത്രയും ലോങ്ങിലാണ് നമ്മൾ ഈ സൗണ്ടും കേൾക്കുന്നത്. ഇവരത് ചെയ്തൊരു ഗംഭീര സിനിമ, അടിപൊളി സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഫിലിം മേക്കർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കണ്ടിരിക്കും ഇങ്ങനെ സിനിമ നിർമ്മിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ നമ്മുടെ ആഗ്രഹം സബലീകരിക്കാം, നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഇങ്ങനെ നമുക്ക്. ഇതിൽ ഏറ്റവും പ്രത്യേകത അവർക്ക് അതിൽ നാഷണൽ അവാർഡ് കിട്ടി. അതൊരു ഗംഭീര ചെറിയ കാര്യമല്ലല്ലോ. ഒരാളുടെ സ്വപ്നത്തിന്റെ ഒരു പ്രയത്നത്തിന്റെ ഒരു റിസൾട്ട് അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇറ്റ്സ് ഗോൾഡ്. പീക്കിലെത്തി. ഇവര് ഗ്രൗണ്ടിൽ നിന്ന് ഇവര് ഏറ്റവും ഉയരത്തിലേക്ക് അങ്ങ് ഒരു അവരുടെ ഒരു ചെറിയതല്ല, ഒരു വലിയ എഫർട്ട് കൊണ്ട്, മീൻസ് അവരുടെ ഒരു എന്താ പറയുക വിൽ പവർ കൊണ്ട് എത്തിയതാണ്. അവർക്ക് ഒത്തിരി പുറത്തുള്ള ഒത്തിരി ഹോളിവുഡ് വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ അവരുമായിട്ട് കൊളാബ് ചെയ്യുന്നിട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡോക്യുമെന്ററികളുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. വലിയൊരു സംഭവമാണ് അത്. അപ്പൊ ഓരോ ഫിലിം മേക്കർക്കും വലിയൊരു ഇൻസ്പിറേഷൻ ആണ് അവർ. ഉറപ്പായിട്ടും. അല്ല, മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ പറയുന്ന പോലെ IFFK-യിലൊക്കെ വരുന്ന പല സിനിമകളും ചെറിയ ബജറ്റിൽ 2 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഒക്കെ ചെയ്തിരിക്കുന്ന കൊച്ചു സിനിമകളാണ്. പക്ഷെ ഇതൊക്കെ നല്ല അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. ശരിക്കും അത്തരം ഒരു ഇതിനു വേണ്ടി എന്താണ് നമുക്ക് ഒരു പ്ലാനിങ് എന്ന രീതിയിൽ എന്താണ് ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റുക? ഒരു ടീം ഉണ്ടായിരിക്കുന്നതിന്റെ ആവശ്യകത. ടീം രണ്ടാമതാണ്. ആദ്യം നല്ലൊരു ഐഡിയ ആണ് വേണ്ടത്. ആ ഐഡിയയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം? ഇന്നിപ്പോ പലരും ChatGPT-യോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല കൃത്യമായിട്ട് ഇല്ലാത്തതാണ്. ഇപ്പം ChatGPT നമ്മളും പലതും പരീക്ഷ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊരു ആത്മാവില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ആത്മാവ് നഷ്ടപ്പെടുന്നുണ്ട് എവിടെയോ. അത് ടെംപ്ലേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷെ നമ്മളൊരു ഒറിജിനൽ സാധനം ആയിരിക്കില്ല. പലതിൽ നിന്നുള്ള ഒരു സാധനത്തിൽ നിന്നാണ് ഇത് ഒരു റിസൾട്ട് അല്ലെങ്കിൽ റിസൾട്ട്സ് നമുക്ക് തരുന്നത്. പല സിനിമകളിൽ നിന്നും എടുക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ ChatGPT അല്ല ജെമിനി. ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഒന്നെങ്കിൽ ന്യൂസസോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ ഒക്കെ വരുമ്പോഴത്തേക്കും ഇതിനകത്തൊരു സിനിമയുണ്ടോ എന്നുള്ളത് എപ്പോഴും ഞാൻ ചിന്തിക്കും. അവിടുന്ന് നമുക്കൊരു സിനിമ കിട്ടാം. അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്കൊരു എലമെന്റ് കത്താം. ബുക്സ് ഉറപ്പായിട്ടും ഫിലിം മേക്കേഴ്സ് വായിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
ഇപ്പൊ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ നേരത്തെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന രീതിയിലല്ല ഇപ്പൊ എഴുതുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മാറി. എന്റെ എഴുത്ത് ഭാഷ തന്നെ കുറച്ചുകൂടെ സാഹിത്യപരമാക്കി. അതെന്താന്നറിയോ, വായിക്കുന്നുണ്ട്. അല്ല വായിക്കുന്നുണ്ടെന്നുള്ളതല്ല, അത് ബിഹൈൻഡ് നടക്കും. അത് പണ്ടും വായിക്കുമായിരുന്നു, ഇപ്പോഴും വായിക്കും. പക്ഷെ ഞാൻ അതിനെ പണ്ടൊക്കെ ഈ ഒരു ടെക്നിക്കൽ ആംഗിളിൽ മാത്രമേ സ്ക്രിപ്റ്റിൽ എഴുതുള്ളൂ. ഇന്നിപ്പോ ഞാൻ എഴുതുമ്പോഴത്തേക്കിനും ഇപ്പം ലാൽബാഗിലെ ഒരു ലൈൻ ആയാലും അല്ലെങ്കിൽ എന്താ പറയുന്നത് പൈസ ഈവൻ പൈസയിലും ഒക്കെ ഞാൻ അങ്ങനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പൈസയിലൊക്കെ ഇപ്പം നഗരത്തിരക്കിൽ ഒരു കോഫി ഷോപ്പിൽ ഒറ്റയ്ക്കിരിക്കുന്ന സൂര്യ, ഒരു ചായ കുടിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന സൂര്യ എന്നാണ് ഞാൻ എഴുതിയത്. അതിനകത്ത് എനിക്ക് നഗരത്തിരക്ക് ഫീൽ ചെയ്യണം, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണം, ചായ കുടിക്കുന്നു, അവളുടെ ഒരു കോഫി ഷോപ്പ് ആംബിയൻസ് ഇതെല്ലാം വരണം. അതേസമയം ഒരു കോഫി ഷോപ്പിൽ സൂര്യ ഇരിക്കുന്നു എന്ന് മാത്രം എനിക്ക് എഴുതിയാൽ മതി. അപ്പം ആ ഭാഷ അങ്ങനെ ഒരു വായനക്കാരൻ അല്ലെങ്കിൽ അത് കാണുന്ന ഒരാൾക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സീനില് ഒരു ഫീല് കിട്ടുക. സിനിമോട്ടോഗ്രാഫർക്ക് അത് വർക്ക് ചെയ്യും. ആക്ടർക്ക് അയാൾക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ പോലും ആക്ടർക്ക് മനസ്സിലാവും എന്താണ് ഇതിനകത്ത് ഞാൻ ചെയ്യേണ്ട സാധനം, എന്റെ കണ്ണുകളുടെ ചലനങ്ങൾ എങ്ങനെ ആയിരിക്കണം, എന്റെ പോസ്ചർ എങ്ങനെ ആയിരിക്കണം, എന്റെ മൂവ്മെന്റ്സ് എങ്ങനെ ആയിരിക്കണം, ഇതൊക്കെ കിട്ടുകയോ ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. വായിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും അല്ലെ നമ്മുടെ സറൗണ്ടിങ്ങിലും നടക്കുന്ന എന്തൊക്കെയാണെന്ന് ആക്ടർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടും. എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഇപ്പൊ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ പുറപ്പെടുന്നവർക്ക്, ഇപ്പൊ മറ്റേ അസാമി എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ കഥയോ കൺസെപ്റ്റോ ഒക്കെ ചിന്തിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത് എത്രത്തോളം എക്സിക്യൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവണം എന്നില്ല. ഇന്നിപ്പോൾ റീലൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് കുറെ ചെറുപ്പക്കാർക്ക് അത് പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ ധാരണ ഇല്ലാത്തവരും ഉണ്ട്. ഇപ്പൊ റീസെന്റ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു റീൽ ചെയ്ത് കൊടുക്കാൻ പോയി. അപ്പൊ ആള് സ്ക്രിപ്റ്റൊക്കെ എഴുതി എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ ഞാൻ ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരുന്നു. അപ്പൊ ആകെ ഷൂട്ട് ചെയ്ത് തന്നെ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എടുത്തു കൊടുക്കാൻ പോയി. അപ്പോൾ തലേ ദിവസം ഞാൻ നോക്കുമ്പോഴാണ് ആൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്ക് ബേസിക് ടെക്നിക്ക് അറിയില്ല. അതായത് ഇപ്പോൾ ഒരേ സീനിൽ 4 ഡയലോഗ് ആൾ പറയുകയാണ്. ഇത് ഇങ്ങനെ എടുത്താൽ ഒരു സിനിമയിലുള്ള പോലെ വരും എന്നാണ് ആൾ വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജമ്പടിക്കും. അപ്പോൾ അവിടെ വേറെ മാച്ച് കട്ടിലുള്ള ഷോട്ട് എടുത്ത് വെക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫിലിം ടെക്നിക്സിലേക്ക് സ്വയമേ എത്താനായിട്ട് പറ്റുക, അല്ലെങ്കിൽ എന്താണ് അതിലേക്ക്? കാരണം എഴുതണമെങ്കിൽ ഈ ഒരു ഐഡിയയും കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. വെരി സിമ്പിൾ ആണ്. നമ്മൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ അല്ലാത്ത ഒരു സംഗതി ഫിലിം മേക്കിങ്ങിനെ പറ്റിയില്ല. നിങ്ങൾ ജസ്റ്റ് ഫിലിം മേക്കിംഗ് ടിപ്സ്നോ അല്ലെങ്കിൽ ഫിലിം ബേസിക് ഷോർട്സ്, അതെ, ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഇൻസ്റ്റയിൽ വിത്ത് ഈ പറയുന്ന പോലെ ഡെമോൺസ്ട്രേഷൻ ഹൗ ടു റൈറ്റ് എ ഫിലിം അല്ലെങ്കിൽ ഹൗ ടു റൈറ്റ് എ ഷോർട്ട് ഫിലിം എന്ന് ചുമ്മാ കൊടുത്താൽ തന്നെയും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയും. അതായത് നമ്മളിപ്പം വെറുതെ നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമയെ പറ്റി അവയർനെസ് ഇല്ലാതെയോ അല്ലെങ്കിൽ ധാരണ ഇല്ലാതെയോ അത് ചെയ്താൽ ഭയങ്കര ദുരന്തം ആയിട്ട് മാറും. അപ്പം നമ്മൾ ഒരു സ്ക്രീൻ പ്ലേയെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇപ്പം ഇതിന് 3 ആക്ട് സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ നോൺ ലീനിയർ സ്ട്രക്ചർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്താണ്, അതിന്റെ മിഡ് പോയിന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, റെസൊല്യൂഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതിന്റെ പേ ഓഫ് എങ്ങനെയാണ് വരിക, ക്യാരക്ടർ പേ ഓഫ് എങ്ങനെയാണ് വരിക, ഓരോ കഥാപാത്രങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, വെച്ചാൽ ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ശരിക്കും ഞാൻ അടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ഇരിക്കുന്ന ഒരു സാധനം ഞാൻ ഇതിൽ പറയാം. ആക്ച്വലി ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. തീർച്ചയായിട്ടും പ്യോർ എഞ്ചിനീയറിംഗ് ആണ് സിനിമയിൽ പ്രത്യേകിച്ചും. നമ്മൾ റൈറ്റിംഗ് ഈസ് എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ ഒരു സിഗ്നേച്ചർ ഡയലോഗാണ്, ആക്ടിങ് ഈസ് നോട്ട് എ സില്ലി ബിസിനസ് എന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും. എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫിലിം മേക്കിംഗ് ഈസ് നോട്ട് എ സില്ലി ബിസിനസ്. അത് ചെറിയ പരിപാടിയല്ല. അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. നമുക്ക് ബ്രേക്ക് ചെയ്യാം, പക്ഷെ റൂൾസ് അറിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് അതിന് പോയിന്റ്. ഈവൻ എഡിറ്റിംഗ് ടെക്നിക്സ് പോലും അറിഞ്ഞിരിക്കുന്നത് സ്ക്രീൻ എഴുതുന്നതിൽ വലിയ റോൾ. ഇതിന് ടെക്നിക്കാലിറ്റി കംപ്ലീറ്റ് നമ്മളൊരു ബേസിക് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിലും നമുക്ക് ഈ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ. അപ്പൊ ഒരു സുപ്രധാന ചോദ്യം, സിനിമ അറിയാൻ സിനിമ പഠിക്കേണ്ടത് അത്യാവശ്യമാണോ? ഉറപ്പായിട്ടും. സിനിമ ലക്ഷങ്ങൾ മുടക്കി ഫിലിം സ്കൂളിൽ പോയി അങ്ങനെയല്ല, സിനിമ പഠിക്കാൻ ഇന്ന് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് അതറിയുക, പിന്നെ ചെയ്ത് പഠിക്കുക. ഈ പറയുന്ന പോലെ അത് മറ്റുള്ളവരുടെ ചെലവിലാകാതെ സ്വന്തം ചെലവിൽ തന്നെ ഇന്ന് ഫോണിൽ ചെയ്യാമല്ലോ.
ഇന്നത്തെ ഫോണുകൾ എന്ത് നല്ല വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ സ്പിൽബർഗ് വേണ്ട, നമുക്ക് ഇവിടെ തന്നെയുള്ള നമ്മുടെ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു സാധനം വെറുതെ ഷൂട്ട് ചെയ്ത് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാമല്ലോ. ഇൻഷോട്ടോ അല്ലെങ്കിൽ ക്യാപ്കട്ടോ ഒക്കെ പോലത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഫ്രീ ആയിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നമുക്ക് സീറോ ബജറ്റിൽ, നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്, സീറോ ബജറ്റിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഇപ്പൊ വെച്ചാൽ നമുക്കൊരു ഡിപ്പെൻഡൻസി വളരെ കുറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഫോണിൽ നമുക്ക് സിനിമ ചെയ്യാം, അതുപോലെ വലിയ എക്യുപ്മെന്റുകളുടെ വലിയ ഒരു ക്രൂവിന്റെ ആവശ്യമില്ലാതെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇപ്പൊ ടെക്നോളജി അതിന് മാത്രം വളർന്നു കഴിഞ്ഞു. നമ്മൾ തന്നെ ഒരു സിനിമാ ക്യാമറ കൊണ്ടു നടക്കുവാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ. അപ്പൊ അതിനെ ഒന്ന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പം ഇതിന്റെ മാത്രം പ്രശ്നമല്ല, അതല്ലാതെ തന്നെ നമുക്ക് സിനിമ ചെയ്യാൻ ഇപ്പം ചലച്ചിത്ര അക്കാദമിയുടെ കീഴിലും KSFDCയുടെ കീഴിലും ഒക്കെ ഒരുപാട് സിനിമാ നിർമ്മാണ പ്രൊജക്ടുകൾ അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വനിതാ സംവിധായകരാകാൻ ഇഷ്ടം പോലെ പെൺകുട്ടികൾ ഇപ്പൊ തയ്യാറായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഗംഭീര സിനിമകൾ ചെയ്യാൻ പറ്റും. ഓൾറെഡി പ്രൂവൺ ആണത്. ഒരുപാട് പേര് ഇപ്പം അത്തരം സിനിമകൾ ചെയ്തു, നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്, മോശം സിനിമകളും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ നല്ല സിനിമകളും ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി കൂടുതലാണ്. ഒരുപാട്. പണ്ടൊക്കെ എന്താണ്, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ഞാനൊക്കെ ഒരു സിനിമ ചെയ്യാനായിട്ട് എന്തോരം പുറകെ നടന്നിട്ടാണ് നമ്മൾ അതിന്റെ പുറകെ പരാക്രമം എടുത്ത് നടന്നിട്ടാണ്. ആ സമയത്ത് ഞാൻ പരസ്യങ്ങള് കണ്ടുമാനം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ ബേസിക്കലി ആഡ് ഫിലിം മേക്കറാണ്. 250 പരസ്യത്തിന് ചെയ്തിട്ടുള്ള ആളാണ്. നാഷണൽ ഡൊമസ്റ്റിക് ആയിട്ട് നേറ്റീവ് ആയിട്ടുള്ള പരസ്യങ്ങൾ. പക്ഷെ ആ സമയത്ത് എനിക്ക് പരസ്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടി നിൽക്കേണ്ട വന്നു. എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ കംപ്ലീറ്റ് മാറി. ഭയങ്കര ബുദ്ധിമുട്ടിലായി. അതായത് വണ്ടിക്ക് ഇന്ധനം അടിക്കാൻ പൈസ ഇല്ല. ഈ രീതിയിലായി. ഫിലിം മേക്കേഴ്സ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഫിനാൻഷ്യൽ അത് ഒരു റീച്ചിൽ എത്തുന്നിടം വരെ അതിഭയങ്കരമായ കഷ്ടപ്പാടായിരിക്കും. അല്ല, പിന്നീട് നമ്മൾ സെറ്റ് ആവും. നമ്മളൊരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ സംവിധായകനായി അടുത്ത സിനിമകൾ വരുന്നു അല്ലെങ്കിൽ മറ്റു വർക്കുകൾ ചെയ്യുന്നു, ഇതൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഫസ്റ്റ് സിനിമ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ഫിലിം മേക്കേഴ്സിന് ഈ മെന്റൽ സ്ട്രെയിൻ വരുന്നത് ഏറ്റവും കൂടുതൽ ഈ ഫിനാൻഷ്യൽ സൈഡ് വീക്ക് ആകുമ്പോഴാണ്. നമുക്ക് സ്ട്രെസ് കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, ക്രൈസിസ് വരുന്നത്. പ്രത്യേകിച്ച് ഷൂട്ടൊക്കെ വിചാരിച്ചെടുത്ത് നിൽക്കാതെ നീണ്ടു പോകുമ്പോ, കാലാവസ്ഥ ഇഷ്യൂസ് വരുമ്പോ, ഔട്ട്ഡോർ വരുമ്പോ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ ക്രിയേറ്റിവിറ്റിയിൽ അത് കോംപ്രമൈസ് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പ്രശ്നമാണ്. ഈ ഫിനാൻഷ്യലി ഉള്ള ബാക്കപ്പ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് മനുഷ്യന്റെ ചെറിയ ചില ഈഗോസ് ഉണ്ട്. അതെ, ആ ഈഗോസ് മാറ്റി കഴിഞ്ഞാൽ മനുഷ്യന് സുന്ദരമായിട്ട് ജീവിക്കാം. ഇപ്പൊ ഞാൻ തുറന്നു പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. ഞാൻ സിനിമ മാത്രമല്ല ചെയ്യുന്നത്, സിനിമയായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ജോലികളും എൻ്റെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് എന്താണ്, മനുഷ്യൻ എന്തും ചെയ്യരുതോ, എന്തും ചെയ്തു. ഞാൻ സംവിധായകനാണ്, 3 സിനിമ സംവിധാനം ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ആണോ നല്ലത്? അതോ നമുക്ക് ചെയ്യാം, പോർട്ട്ഫോളിയോ ചെയ്യണോ, നമുക്ക് ചെയ്യാം, പിക്ചർക്ക് ചെയ്യണോ, നമുക്ക് ചെയ്യാം, കമ്പനീസിന് വേണ്ടി ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് അതിനകത്തൊരു എന്താ പറയുക, ഒരു അഭിമാനക്കുറവൊന്നും ഞാൻ കാണുന്നില്ല. പുതുതായിട്ട് വരുന്ന പല ആൾക്കാർക്കും ഉള്ള പ്രശ്നം, ഞാൻ സിനിമ ചെയ്യാൻ പോവാണല്ലോ, അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ആ ഒരു സാധനം മാറ്റിവെച്ചാൽ തന്നെ മനുഷ്യൻ എത്ര മനോഹരമായി ജീവിക്കാം. തീർച്ചയായിട്ടും. അല്ലെ, സിനിമാക്കാരുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ അതിനെ മാറ്റി വെക്കുകയാണെങ്കിൽ പല ഗുണങ്ങളുണ്ട്. നമുക്ക് ഒന്ന്, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സിമ്പിൾ ആകും. പിന്നെ നമ്മൾ ക്രിയേറ്റിവിറ്റിയെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ല, മാത്രമല്ല നമ്മുടെ സിനിമയും അതനുസരിച്ച് എൻഹാൻസ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫ് എക്സ്പീരിയൻസ് കൂടുന്നത് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതെ, നമ്മൾ പല ക്യാരക്ടറുകളെ തന്നെ എടുക്കുന്നത് ഇങ്ങനെയുള്ള നമ്മളുടെ ഈ എക്സ്പീരിയൻസിലൂടെ വന്ന് കടന്നു പോയിട്ടുള്ള പല ആളുകളെ ആയിരിക്കും നമ്മൾ പല ക്യാരക്ടറുകളായിട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വളരെ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള, സെൽഫ് എംപവേർഡ് ആയിട്ടുള്ള ഒരു യുവതലമുറ വളർന്നു വരട്ടെ, അവർ സിനിമയിലേക്ക് കടക്കട്ടെ, നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, നമുക്കിത് കാണാൻ സാധിക്കട്ടെ. ചർച്ചകൾ ഇനിയും നമുക്ക് ഇതുപോലെ ചർച്ചകളുമായി നമുക്ക് ഇനിയും കൊണ്ടുപോകാം. തീർച്ചയായിട്ടും. താങ്ക് യു.